അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 3ാം ക്ലാസ്സിലേക്ക് പുതുതായി പരിഷ്കരിക്കപ്പെട്ട തദ്രീബ് തിലാവയുടെ 8ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഇതിൽ പ്രധാനമായും പഠിക്കാനുള്ളത് അൽ ഇദ്ഗാം ബിഗുന്ന വ ബിലാ ഗുന്ന. എന്താണ് ഇദ്ഗാം ബിഗുന്ന, എന്താണ് ഇദ്ഗാം ബിലാ ഗുന്ന? സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം നൂന്, വാവ്, മീമ്, യാ, ഈ 4 അക്ഷരങ്ങൾ ഒന്ന് വന്നാൽ അവിടെ ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് മണിച്ചാണ് ഉച്ചരിക്കേണ്ടത്. എന്നാൽ ലാമോ റാഓ ആണെങ്കിൽ ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉച്ചരിച്ചാൽ മതി, മണിക്കേണ്ട ആവശ്യമില്ല. ഇതിനാണ് ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയുന്നത്. നമുക്ക് വിശദമായി പറയാം. നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് അഷ്ഹർ ജമാദുൽ ഊല. ജമാദുൽ ഊലയിലാണ് ഈ പാഠം തീർക്കേണ്ടത്. അദദുൽ ഫുസൂൽ 26 പീരീഡുകളാണ് ഇത് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. മഖ്തഉ ഷഹർ മിൻ അവ്വലി സൂറത്തിൽ ഫത്ഹി ഇലാ ആഖിരി സൂറത്തി ഖാഫ്. ഈ മാസത്തിൽ തീർക്കേണ്ട സൂറത്തുകൾ ഫത്ഹ് സൂറത്തിന്റെ ആദ്യം മുതൽ ഖാഫ് സൂറത്തിന്റെ അവസാനം വരെയാണ്. മഖ്തഉ തഹ്ഫീൽ സുവരി സൂറത്തീൻ 4 ഫുസൂൽ. ഈ മാസത്തിൽ തീർക്കേണ്ട ഹിഫ്ള് കാണാതെ പഠിക്കേണ്ടത് തീൻ സൂറത്താണ്. അതിന് 4 പീരീഡുകളാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. സൂറത്ത് തീനിന്റെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് കേട്ടിട്ട് നന്നായി മനോഹരമായിട്ട് തന്നെ പഠിക്കാം. സൂറത്തുകൾ പരിചയപ്പെടാം. സൂറത്തുൽ ഫത്ഹ് ആണ് ഇതിലുള്ള 1ാമത്തെ സൂറത്ത്. മദനിയ, ആയാത്തുഹ 29 ആയത്തുകളാണ്. തർത്തീബുഹ 48ാമത്തെ സൂറത്താണ്. 2ാമതായ സൂറത്തുൽ ഹുജറാത്ത് മദനിയ, ആയാത്തുഹ 18, ആയത്തുകൾ 18, തർത്തീബുഹ 49ാമത്തെ സൂറത്താണ്. 3ാമതായി സൂറത്ത് ഖാഫ് മക്കിയ, ആയാത്തുഹ 29 ആയത്തുകൾ, തർത്തീബുഹ 50ാമത്തെ സൂറത്താണ്. പാരായണം കേട്ട് പരിശീലിക്കാം. താഴെ കൊടുത്ത ഒരു സൂറത്തിൻ്റെയും QR കോഡ് സ്കാൻ ചെയ്തിട്ട് നന്നായി കേട്ട് പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ എങ്ങനെയാണ്, QR കോഡ് സ്കാൻ ചെയ്യേണ്ട വിവരങ്ങൾ 1, 2, 3, 4, 5 തുടങ്ങിയ ചാപ്റ്ററുകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാം. അടുത്ത പേജ് നോക്കൂ. അൽ ഇദ്ഗാമു ബിഗുന്ന വ ബിലാ ഗുന്ന. ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, ഇതിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. സുക്കൂനുള്ള നൂനിന്റെയോ, അവിടെ കൊടുത്തിട്ടുണ്ട്, തൻവീനിന്റെയോ ശേഷം നൂന്, വാവ്, മീമ്, യാ, ലാമ്, റാ എന്നീ അക്ഷരങ്ങൾ വന്നാൽ ആ നൂനിനെയും തൻവീനിനെയും ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്തുച്ചരിക്കണം. ശേഷം ലാമ്, റാ എന്നീ അക്ഷരങ്ങളാണെങ്കിൽ മണിക്കാതെയും, നൂന്, വാവ്, മീമ്, യാ എന്നീ അക്ഷരങ്ങളാണെങ്കിൽ മണിച്ചുമാണ് ഉച്ചരിക്കേണ്ടത്. മണിച്ചിട്ടാണെങ്കിൽ ഇദ്ഗാം ബിഗുന്ന, മണിക്കാതെയാണെങ്കിൽ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. അൽ ഇദ്ഗാം ബിലാ ഗുന്ന നോക്കൂ. ഇൻ അല്ലെങ്കിൽ തൻവീന്, ഫത്ഹ് തൻവീനോ ലമ്മ തൻവീനോ കസ്ർ തൻവീനോ, അതിന് ശേഷം ലാമ്, റാ വരിക. അൽ ഇദ്ഗാം ബിഗുന്ന 2ാമതായി. അതിൽ നോക്കൂ, സുക്കൂള്ള നൂന്, തൻവീന്, അതിന്റെ ശേഷം നൂന്, വാവ്, മീമ്, യാ ഏതെങ്കിലും അക്ഷരം വരാം. അതിന്റെ ഉദാഹരണം കൊടുത്തിട്ടുള്ളത്, അതിന്റെ രൂപമാണ് കൊടുത്തിട്ടുള്ളത്. അൻ പ്ലസ് ല. അങ്ങനെ വായിക്കാം. ഇക്വൽ ടു അല്ല എന്നാണ് വായിക്കേണ്ടത്. സാക്കിനായ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമ് വന്നപ്പോൾ ശേഷമുള്ള അക്ഷരത്തിൽ ലാമിൽ ലയിപ്പിച്ച്, നൂനിനെ ലയിപ്പിച്ച് എന്ത് ചെയ്യുക, ശ്രദ്ധ കൊടുത്ത് ഉച്ചരിക്കുക. അല്ല. അൻ പ്ലസ് റ, അറ, ഇങ്ങനെ വായിക്കേണ്ടത്. ഇനി ഇദ്ഗാം ബിഗുന്നയുടെ രൂപം നോക്കൂ. അൻ പ്ലസ് മ, അമ്മ, ശ്രദ്ധ ചെയ്ത് ഉച്ചരിച്ചു, മണിച്ചുച്ചരിച്ചു. അൻ പ്ലസ് ന, അന്ന,
അപ്പം എന്താണ് മാറ്റം രണ്ടിൻ്റെ ഇടയിൽ? ഇദ്ഗാം ബിലാഗുന്നയാണെങ്കിൽ ഷദ് ചെയ്യണം, പക്ഷെ മണിക്കണ്ട. ഇദ്ഗാം ബിഗുന്നയിൽ ഷദ് ചെയ്ത് മണിച്ചുച്ചരിക്കണം. പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്താം. കുല്ലു നഫ്സിൻ മഅഹാ, ഖാഫ് സൂറത്തിലെ 519 പേജ് 21 ആയത്താണ്. സായിഖുൻ വശഹീദ്, ഖാഫ് സൂറത്തിലെ 519 ആയത്ത് 21 പേജ്. ശുഉബൻ വഖബായില, സൂറത്തുൽ ഹുജറാത്തിലെ 517 പേജ് 13 ആയത്ത്. ഇനി നെക്സ്റ്റ് പേജിൽ എന്താണ്? പദങ്ങൾ എഴുതി പരിശീലിക്കാം. ആദ്യം നന്നായി ഓതി പഠിച്ചിട്ട് എന്ത് എഴുതുക? 3 തവണയാണ് ഓരോന്ന് എഴുതേണ്ടത്. അയ്യകുല, ഗഫൂറുർ റഹീം, ത്വൽഉൻ നളീദ്, മിൻ മസീദ്, ഖൈറൻ ലഹും, റിസ്ഖൻ ലിൽ ഇബാദ്, തവ്വാബുർ റഹീം, മൻ യഖാഫ്. നന്നായി വൃത്തിയിലെഴുതി. ഇനി അടുത്ത പേജിൽ എന്താണ്? നമുക്ക് ശീലിക്കാം, ഗ്രഹിക്കാം, ജീവിതത്തിൽ പതിവായി ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങൾ എന്താണ്? പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും തസ്ബീഹ് ചൊല്ലുന്ന ശീലം അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാൻ കാരണമാകുന്നു. ഈ 2 സമയം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയം രാവിലെ, വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള തസ്ബീഹ് വലിയ കൂലുള്ള കാര്യമാണ്. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം കൂടിയാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ എന്ത് ചെയ്യുക? ശീലിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ദുആ അൽ ഖുർആനിന് പറയുന്നത് ഖുർആനിലുള്ളൊരു പ്രാർത്ഥനയാണ്. റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇത് പലതവണ ഓതിയാൽ കാണാതെ പടിഞ്ഞ് എന്നും പ്രാർത്ഥിക്കാം. ഇനി അവസാനമായി അധ്യാപകൻ ചെയ്യേണ്ടതാണ് മാസാന്ത മൂല്യനിർണയം. അധ്യാപകൻ കുട്ടിയുടെ മാസാന്ത പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തി താഴെ യോജിച്ച കോണത്തിൽ സ്റ്റാർ നൽകുക. മുംതാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും മികച്ചത്. ജയ്യിദുൻ ജിദ്ദ, ഏറ്റവും നല്ലത്. ജയ്യിദ് നല്ലത്, ഗൈറു ജയ്യിദ് നല്ലതല്ല. ഏതാണ് ഒരു കുട്ടിക്ക് അർഹൻ, ഏതിനാണ് യോഗ്യനായത്? ആ കോളത്തിൽ, ആ വൃത്തത്തിൽ സ്റ്റാർ നൽകി കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.